ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓമയ്ക്ക തോരനാണ്. അപ്പോൾ നമുക്ക് ഓമയ്ക്ക തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. തോരൻ വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ആ ഓമയ്ക്ക ഒന്ന് ചെത്തിയിട്ട് തൊലി കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അങ്ങനെ ഓമയ്ക്ക തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓമയ്ക്ക തോരനിലോട്ട് ഒരു സവാള എടുക്കാം, 4 പച്ചമുളക് കൂടി എടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് കൊത്തിയരി. അങ്ങനെ ചെറിയ സൈസിൽ കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഓമയ്ക്കയും സവാളയും പച്ചമുളകും ഈ ഒരു പരുവത്തിൽ വേണം തോരനെ എപ്പോഴും അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ടൊരു തേങ്ങയുടെ പകുതി ചിരകിയെടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെയും ചേർത്ത് മിക്സിയിലിട്ട് നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കാം. അങ്ങനെ തോരനുള്ള അരപ്പ് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ചെറുതീയിൽ വെച്ച് പാകത്തിന് എണ്ണ കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഓമയ്ക്ക തോരൻ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.